ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് നല്ല ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. ഈ ഒരു സ്വീറ്റിനെ കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട ആവശ്യമില്ല. കുട്ടികളൊക്കെയുള്ള വീടുകളിലാണെങ്കിൽ എല്ലാവർക്കും നല്ലോണം ഇഷ്ടമായിക്കോളും കേട്ടോ. അത്രയും നല്ല അടിപൊളിയായി നമ്മൾക്ക് ഒരു 5 മിനിറ്റിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടിട്ട് വന്നാലോ. അപ്പോൾ ആദ്യം തന്നെ അതിനായിട്ട് ഒരു സ്റ്റീൽ പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലോട്ടേക്ക് നമ്മൾക്ക് ആദ്യം വേണ്ടത് മിൽക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ്. കുറച്ച് റിച്ച് ആയിട്ടുള്ള സാധനമാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ മിൽക്ക് കോമ്പൗണ്ട് അല്ലാണ്ട് നിങ്ങൾക്ക് കടയിൽ കിട്ടുന്ന ഏത് ചോക്ലേറ്റ് ആയാലും എടുക്കാം കേട്ടോ. ഡയറി മിൽക്കോ അങ്ങനെയുള്ള ഏതെങ്കിലും ചോക്ലേറ്റ് എടുക്കാം. അപ്പോൾ ഈ ഒരു മിൽക്ക് കോമ്പൗണ്ട് ഞാൻ ഇതിലേക്ക് 200 ഗ്രാംസ് ഷ്രെഡ് ചെയ്തിട്ടൊന്ന് ചേർക്കുന്നുണ്ട്. ഗ്യാസിൽ മെൽറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഷ്രെഡ് ചെയ്തിട്ട് ഇട്ടിട്ടാണ് മെൽറ്റാക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ വളരെ എളുപ്പത്തിൽ മെൽറ്റായിട്ട് വരും. അപ്പോൾ ഫസ്റ്റ് ഇത് കണ്ടില്ല, ഇങ്ങനെയുള്ള ഒരു പീസ് ഞാൻ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഷ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ 200 ഗ്രാംസ് മിൽക്ക് ചോക്ലേറ്റിനൊപ്പം തന്നെയായിട്ട് നമ്മൾക്ക് ആവശ്യമുള്ളത് ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ് കേട്ടോ. ഞാനിവിടെ മിൽക്കും ഡാർക്കും ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഇങ്ങനെ ആകുന്ന സമയത്ത് ചോക്ലേറ്റിന് വേറെ തന്നെ ഒരു ടേസ്റ്റ് വരലുണ്ട് കേട്ടോ. അതല്ല നിങ്ങൾക്ക് സാധാ ചോക്ലേറ്റ് മാത്രം യൂസ് ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ മിൽക്ക് കോമ്പൗണ്ട് മാത്രം യൂസ് ചെയ്യണമെങ്കിലും ഒന്നും പ്രശ്നമില്ല. ഡാർക്കോ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോമ്പൗണ്ട് മാത്രം ഇതിൽ യൂസ് ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ ഡാർക്ക് കോമ്പൗണ്ടിൽ ഒരു പീസ് എടുത്ത് ഫുള്ളായി ഷ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടോട്ടൽ 400 ഗ്രാംസ് ചോക്ലേറ്റ് നമ്മളിവിടെ ഷ്രെഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഷ്രെഡ് ചെയ്ത ചോക്ലേറ്റ് നമുക്കൊന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കാനായിട്ട് ഒരു പാത്രത്തിൽ ആവശ്യത്തിന് വെള്ളം വെച്ച് അത് ചൂടായതിന് ശേഷം നമ്മൾ ഷ്രെഡ് ചെയ്ത ചോക്ലേറ്റ് ഉള്ള പാത്രം അതിൻ്റെ മുകളിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ആവി കൊള്ളിച്ചാൽ മാത്രം മതി. അങ്ങനെ ആവി കൊണ്ടാൽ തന്നെ നമ്മൾ ഷ്രെഡ് ചെയ്തത് കൊണ്ട് തന്നെ ആയിട്ട് അത് പെട്ടെന്ന് മെൽറ്റായിട്ട് കിട്ടിക്കോളും. ഇപ്പോൾ ഇതാ നമ്മൾ ചോക്ലേറ്റ് കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് കുറച്ച് കോൺഫ്ലേക്സ് ചേർക്കണം കേട്ടോ. കോൺഫ്ലേക്സ് ചേർക്കുന്ന സമയം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ചോക്ലേറ്റ് നന്നായി ചൂടാറിയതിന് ശേഷം മാത്രം കോൺഫ്ലെക്സ് ചേർക്കുക. അല്ലെങ്കിൽ നമ്മൾ കോൺഫ്ലെക്സ് നല്ല സോഗി ആയിട്ടാണ് ഉണ്ടാവാൻ. നമ്മൾക്ക് ഈ ഒരു ഡെസേർട്ട് ആവശ്യമായിട്ടുള്ളത് നല്ല ക്രിസ്പാണ്. അപ്പോൾ ആ ക്രിസ്പി ആയിട്ട് കിട്ടണമെങ്കിൽ ചോക്ലേറ്റ് നല്ലോണം ചൂടാറിയതിന് ശേഷം മാത്രം ചേർക്കുക. എൻ്റെ ചോക്ലേറ്റ് ഇവിടെ നന്നായി ചൂടാറിയതിന് ശേഷമാണ് ഞാൻ ഈ ഒരു കോൺഫ്ലെക്സിൻ്റെ കവർ പൊട്ടിച്ചിട്ട് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കോൺഫ്ലേക്സൊക്കെ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ചേർക്കുക കേട്ടോ. ഞാനിവിടെ ഈ ചോക്ലേറ്റിൻ്റെ കപ്പാസിറ്റി അനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓവർ ചോക്ലേറ്റും ഓവർ കോൺഫ്ലേക്സും ആയിട്ടില്ല, രണ്ടും പെർഫെക്റ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനൊരു സ്റ്റീൽ പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലോട്ടേക്ക് ഒരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നല്ല രീതിയിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, എൻ്റെ നല്ല രീതിക്ക് ഞാൻ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ വിപ്പിംഗ് ക്രീമും റെഡി ആയി കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഒരു ഗ്ലാസ് ബൗൾ എടുക്കുന്നുണ്ട്. ഗ്ലാസ് ബൗളോ അതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും പാത്രം, ഈ ഒരു ചോക്ലേറ്റ് സെറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പാത്രം വെച്ച് കൊടുക്കുക. ഇതിലോട്ടേക്ക് നമ്മൾ ക്ലിംഗ് റാപ്പ് വെച്ച് കൊടുക്കുന്നുണ്ട്. ക്ലിംഗ് റാപ്പ് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ചോക്ലേറ്റ് ഇളകി കിട്ടും കേട്ടോ. ക്ലിംഗ് റാപ്പോ ബട്ടർ പേപ്പറോ നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ലെയർ ടൈറ്റാക്കി ക്ലിംഗ് റാപ്പ് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ സെറ്റാക്കിയെടുത്ത ചോക്ലേറ്റും കോൺഫ്ലെക്സും ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അത് ഇതിലോട്ടേക്ക് ചേർത്തതിന് ശേഷം നല്ല രീതിയിൽ ഇത് പരത്തി വെച്ച് കൊടുക്കുക. സൈഡിലൊക്കെ ചോക്ലേറ്റ് ആക്കി കൊടുക്കുക കേട്ടോ. അങ്ങനെ ആകുന്ന സമയം നല്ല ഒരു ബാർ രീതിയിൽ തന്നെ നമ്മൾ ചോക്ലേറ്റ് നമുക്ക് കിട്ടും. ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് ഈ ചോക്ലേറ്റിൻ്റെ മിഡിലോട്ടേക്കായിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുക. നമ്മളിപ്പോൾ വിപ്പ് ചെയ്ത് വെച്ച വിപ്പിംഗ് ക്രീം ഞാനൊരു സ്പാച്ചുല വെച്ചിട്ട് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പൈപ്പിംഗ് ബാഗിലായാലും ചേർക്കുക കേട്ടോ. എന്തായാലും ഞാനിവിടെ ഒരു സ്പാച്ചുലാനെ കൊണ്ട് ചേർത്ത് ആ സ്പാച്ചുലാനെ കൊണ്ട് തന്നെ ഒന്ന് എല്ലായിടത്തും പരത്തി കൊടുക്കുന്നുണ്ട്. ഞാനിങ്ങനെ വിപ്പിംഗ് ക്രീമും കൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചേർത്തിട്ട് ബാക്കിയുള്ള ചോക്ലേറ്റും കോൺഫ്ലെക്സും ഇല്ലേ, അത് ഇതിൻ്റെ മുകളിലോട്ടേക്കായിട്ട് ചേർത്ത് കൊടുക്കുക. ശരിക്കും പറഞ്ഞാൽ നല്ല ഒരു ചോക്ലേറ്റ് ബാറാണ് കേട്ടോ ഇത്. അപ്പോൾ അങ്ങനെ ചോക്ലേറ്റ് ഇതിൻ്റെ മേലോട്ടേക്ക് വെച്ച് എല്ലായിടത്തും ഒന്ന് മിക്സ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. വിപ്പിംഗ് ക്രീമിൽ ചോക്ലേറ്റ് മിക്സായ ഒരു പ്രശ്നവുമില്ല, നല്ല ഡിസൈനായിട്ട് തന്നെ ഇരിക്കും കേട്ടോ അത്. അതിന് ഒരു കാര്യമില്ല, നിങ്ങൾ നേരെ ഫ്രീസറിലോട്ടേക്ക് ഒരു 5 മിനിറ്റ് നേരം വെച്ച് അപ്പം തന്നെ നമ്മളത് പൊട്ടിച്ച് നമുക്ക് കഴിക്കാം കേട്ടോ. അതല്ല ചോക്ലേറ്റ് ബാർ ആവാണ്ട് ഒരു പുഡിങ് രീതിയിലാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഇങ്ങനെ സ്പൂണെ കൊണ്ട് കോരിയിട്ട് കഴിച്ചാലും ഒരു പ്രശ്നമില്ല. ഇപ്പം ഞാൻ 5 മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. കണ്ടില്ല, ഞാൻ നേരത്തെ ക്ലിംഗ് റാപ്പ് ഇട്ടത് കൊണ്ട് തന്നെ നല്ല രീതിക്ക് പെട്ടെന്ന് ഊരിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ക്ലിംഗ് റാപ്പിലും പറ്റുന്നൊന്നുമില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ അത് കിട്ടിയിട്ടുണ്ട്. ഇതിൽ ഈ ഒരു ചോക്ലേറ്റ് ബാർ കംപ്ലീറ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. കുട്ടികളൊക്കെ ഉള്ള വീടുകളിലാണെങ്കിൽ എന്തായാലും ഇത് തയ്യാറാക്കി വെക്കുക.
ഈ ഒരു ക്രിസ്പി ആയിട്ടുള്ള നല്ല മിഡിൽ നല്ല വിപ്പിംഗ് ക്രീം കൂടി ആയിട്ടുള്ള ഈ ഒരു ചോക്ലേറ്റ് നല്ല രുചിയാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇത് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഈ വീഡിയോ കണ്ടിട്ട് ചെയ്ത് നോക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഫീഡ്ബാക്ക് പറയാനും മറക്കരുത്. അപ്പോൾ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.